ഓടിക്കുന്ന കാറിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ PKR ആണ്. കാറിലെ 666 എന്ന നമ്പർ സാത്താനെ സൂചിപ്പിക്കുന്നു. ഇതിൽ നിന്നും PKRഉം ഈ സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നെങ്കിലും ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചില്ലാൻ ഒരാളെ ഉണ്ടാകും, സ്റ്റീഫൻ. അതിന് മറ്റൊരു സൂചന ഗോവർദ്ധന്റെയും സ്റ്റീഫന്റെയും വാക്കുകളിൽ നിന്ന് കേൾക്കാം. പക്ഷെ പാവങ്ങളുടെ തമ്പുരാൻ അഴിമതിക്കാരുടെ അന്തകൾ എന്നൊക്കെ പറഞ്ഞ് ചത്തുപോയ കിഴവനെ വാഴ്ത്തുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കും. നിങ്ങൾക്കാർക്കും അറിയില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തെ താങ്ങി നിൽക്കുന്ന ഒരു സാമ്പത്തിക അധോലോകമുണ്ട്. ആ അധോലോകത്തിന്റെ കയ്യിലെ കളിപ്പാവ് മാത്രമായിരുന്നു അവസാന കാലങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കുക. പക്ഷേ ഈ നാടും നാട്ടുകാരും അറിയുന്നില്ല, ഇത്രയും കാലം ഇവരെ കാത്തത് ദൈവമായിരുന്നില്ല എന്ന സത്യം. PKRന്റെ മകനായ ജതിൻ രാംദാസും ഒരുപക്ഷെ സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിരിക്കാം. സ്റ്റീഫനെ പോലെ തന്നെ ജതിനെ പറ്റിയും ആർക്കും കൂടുതൽ വിവരങ്ങൾ അറിയില്ല. 15 വയസ്സിന് ശേഷം വർഷങ്ങളോളം സ്റ്റീഫനെ പറ്റി ആർക്കും വലിയ അറിവില്ലായിരുന്നു. 15ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് കാണാതായിരുന്നു. പിന്നെയുള്ള 26 വർഷങ്ങൾ എവിടെയായിരുന്നു? അതുപോലെ തന്നെയാണ് ജതിന്റെ കാര്യവും. ജതിനെ പറ്റിയും ആർക്കും കൂടുതൽ വിവരങ്ങൾ അറിയില്ല. നാട്ടുകാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത PKRന്റെ യുവ കോമളിനും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവനുമായ സായിപുത്രൻ ജതിൻ രാംദാസിനും ഞാൻ വന്നത് എന്റെ ചേട്ടൻ വിളിച്ചിട്ടാ. മറ്റൊരു സൂചന സ്റ്റീഫന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. സത്യം, ഇനിയും ദൈവമായിരിക്കില്ല ഇവരെ കാക്കുന്നത് എന്ന സത്യം. ഇതുകൂടാതെ മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി കുക്കുംബർ ടൗൺ മൂവീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.